നമസ്കാരം സാർ. നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഇന്ത്യ ലൈവിൽ അതിഥിയായി വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ പോലീസ് സേനയുടെ തലവനായിരുന്ന ബഹുമാനപ്പെട്ട സെൻകുമാർ സാറാണ്. അപ്പോൾ സെൻകുമാർ സാറിനെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമായി ഇന്ത്യ ലൈവിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ കരുതുന്നു. കാരണം കേരളത്തിലെ പോലീസ് മേധാവികളിൽ ഇത്രത്തോളം ആർജവത്തോടെ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ ഒരു 10-24 വർഷം ദിനപത്രത്തിൽ ജോലി ചെയ്ത ആളാണ്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ സെൻകുമാർ സാറിൻ്റെ പോലീസിങ് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എറണാകുളത്ത് കോടതിയും പോലീസും അടങ്ങുന്ന വിഷയങ്ങൾ നോക്കിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അന്ന് കേരളത്തിലെ IG ആയിട്ടും ഒക്കെ ആയിട്ട് പല പോസ്റ്റുകളിൽ ഇരുന്ന് സെൻകുമാർ സാർ കാലങ്ങളായി എടുത്തിട്ടുള്ള നിലപാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തെ BJP-കാരനൊക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്നത് BJP-കാർ അദ്ദേഹത്തെ കൂട്ടത്തോടെ ചീത്ത വിളിച്ചൊരു സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. ആ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വരാൻ പാടില്ല എന്ന് സാറൊരു അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ പേരിൽ BJP-കാർ തന്നെ സാറിനെ വല്ലാതെ ചീത്ത വിളിച്ചത് ഞാൻ അനുരാഗ് താക്കൂർ പറയാം. അപ്പോൾ അങ്ങനെ അത് ഒരു പക്ഷേ ഇപ്പോൾ BJP-കാരനാണെന്ന് പൊതുവെ ആക്ഷേപമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ആക്ഷേപം അത് തന്നെ. അങ്ങനെ പറയുന്ന സാർ അന്ന് അങ്ങനൊരു നിലപാടെടുത്ത് ശരിക്കും ഒരു വെടിക്കെട്ട് അപകടം നടന്നിട്ട് പൊട്ടാത്ത ഗുണ്ടുകളും ഒക്കെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോഴുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ SPG പ്രൊട്ടക്ഷൻ്റെ SPG ആക്ട് അനുസരിച്ച് അതൊരു DGP-യുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അത് മാത്രമല്ല, നമ്മൾ ബാക്കി ആരെക്കാളും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരാളാണ് പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് നമുക്ക് അവിടെ കിടക്കുന്ന അൺഎക്സ്പ്ലോർഡ് എക്സ്പ്ലോസീവ്സ് കൂട്ടങ്ങൾ കിടപ്പുണ്ട്. 2, അവിടെ ഉണ്ടാകുന്ന ക്രൗഡ്. അപ്പം സാധാരണ ഈ ക്രൗഡിനെയെല്ലാം നമ്മൾ കൃത്യം ദൂരത്ത് നിർത്തി അവരെല്ലാം വെരിഫൈ ചെയ്ത് അതിന് ശേഷം മാത്രം കടത്തി വിടുന്നവരാണ്. ഒരൊറ്റ ആൾ പോലും അതിൽ സെർച്ച് ചെയ്യപ്പെടാതെ വരുന്ന ആളില്ല. പക്ഷെ ഇതെല്ലാം ഒരാൾ തോക്ക് കൊണ്ടുവന്നാൽ പോലും അറിയാൻ പറ്റില്ല നമുക്ക്. കാരണം അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടമാണ് വന്നത്. അപ്പോൾ ഒരാൾ ഇപ്പോൾ അടുത്ത് വന്ന ആളൊരു കത്തി കൊണ്ടുവരികയാണ്. തോക്കൊന്നും വേണ്ട, എവിടെയെങ്കിലും ഒരു കത്തി വെച്ച് നമ്മൾ ആരും ഫ്രിസ്ക് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. പിന്നെ എൻ്റെ മാൻ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ 3-4 മണിക്കൂർ കൊണ്ട് ഒരു 10,000-4,000 പോലീസുകാരെ സംഘടിപ്പിക്കാനായിട്ട് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ. അപ്പോൾ ഐ നീഡ് ദാറ്റ് ടൈം ആൾസോ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ആൾറെഡി റെസ്ക്യൂ ആൻഡ് റിലീഫ് ഓപ്പറേഷനിൽ കോൺസെൻട്രേറ്റഡ് ആണ്. അത് മുഴുവൻ മാറ്റി വെച്ചിട്ടേ നമുക്കൊരു ഇത്തരം VIP വിസിറ്റിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആര് സഫർ ചെയ്യും? ദ പബ്ലിക് വിൽ സഫർ. അപ്പോൾ ഇതെല്ലാം റീസൺസ് വെച്ചിട്ട് പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ സുരക്ഷ തന്നെ ഏറ്റവും പ്രാധാന്യത്തിൽ കണക്കിലെടുത്താണ് അത് പറഞ്ഞത്. പക്ഷെ അന്ന് പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഇത് സംഭവിച്ചു കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് കാലത്തൊരു മെസ്സേജ് വന്നു, ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ട് എന്ന് വന്നപ്പോൾ ഞാൻ അന്ന് SPG ഡയറക്ടറായിരുന്ന അനിൽകുമാർ സിൻഹ എൻ്റെ കൂടെ എൻ്റെ കൂടെ ADG അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കുമ്പോഴാണ് അങ്ങോട്ട് പോയത്. സിൻഹയെ വിളിച്ച് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി സിൻഹ ഈസ് നോ മോർ. അപ്പോൾ സിനോട് പറഞ്ഞു, അത് ഒന്ന് പറയണം പ്രധാനമന്ത്രിയോട്, കാരണം ഇത് ഇങ്ങനത്തെയാണ് സിറ്റുവേഷൻ, നാളെ വരട്ടെ, നാളെ വന്നോട്ടെ, കുഴപ്പമില്ല, പക്ഷെ ഇന്ന് വരാതിരിക്കാനായിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞു. സിന പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ PM-ൻ്റെ ഓഫീസിൽ എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഇഷ്യൂ. ഞാൻ കേരള ഗവൺമെൻറ്റിലും പറഞ്ഞു ഇതാണ് ഇഷ്യൂ, സേഫ്റ്റി നമുക്ക് നോക്കാൻ പറ്റില്ല, മാൻ പവർ ഇവിടെ എത്തിക്കാൻ അധികം പറ്റില്ല ആ സമയത്തിന് അകം. രണ്ടാമത് ഇവിടെ എക്സ്പ്ലോസീവ്സ് എല്ലാം പൊട്ടാതെ കിടക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ റെസ്ക്യൂ ആൻഡ് റിലീഫ് ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വരാതിരിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം വന്നു. നമ്മുടെ ഭാഗ്യത്തിന് ഒന്നും സംഭവിക്കാതെ എല്ലാം തിരിച്ചുപോയി. പക്ഷേ ICU ഒക്കെ പൊളിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവരും എല്ലാവരും കൂടി ICU-ലൊക്കെ കയറി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ ICU എല്ലാം പൊളിഞ്ഞുപോയി. അപ്പോൾ അവിടെ കിടക്കുന്നത് മുഴുവൻ ഈ പൊള്ളലേറ്റ ആൾക്കാരാണെന്നോ, ഇൻഫെക്ഷൻ കാര്യമായിട്ട് ബാധിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇത് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ ആരോ ചോദിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ശരിയാണ്, ഞാനിങ്ങനെ എൻ്റെ അഡ്വൈസ് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഞാൻ അത് ആരെയും ഇങ്ങനെ പ്ലീസ് ചെയ്ത് അഡ്വൈസ് കൊടുക്കുന്ന ഇതില്ല, ശരിയായിട്ടുള്ള അഡ്വൈസാണ് ഞാൻ കൊടുക്കുന്നത്. ശരിയായിട്ടുള്ള അഡ്വൈസ് ഞാൻ കൊടുത്തിരുന്നു. അതേ തുടർന്നാണ് എല്ലാവരും കൂടി ഒരു ബഹളമൊക്കെ ഉണ്ടാക്കിയതും ഈ അനുരാഗ് താക്കൂറൊക്കെ പറഞ്ഞു ഇയാൾ കോൺഗ്രസിൻ്റെ DGP അതാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് സംഗതി. ഇപ്പോൾ ഈ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ, ഒന്ന് പരമമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ സുരക്ഷ,
2 അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എന്നെ കുറേയധികം റിട്ടയർഡ് ഓഫീസേഴ്സ് 66 റിട്ടയർ ചെയ്ത ഓഫീസർമാർ IAS IPS വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ഇതാണ് പറയേണ്ടിയിരുന്നത്, എല്ലാ ഓഫീസർമാരും ഇതുപോലെ ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നും പറഞ്ഞ് അവരെല്ലാം വിളിക്കും, ചിലരെ എഴുതി, അങ്ങനെയൊക്കെ നടന്നു. പക്ഷേ ഞാൻ പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി പിന്നീട് ഒരു ആക്സിഡൻറ്റ് സൈറ്റിൽ പോലും അതാത് ദിവസം പോയിട്ടില്ല. 1, 2, 3 ദിവസം കഴിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണമുണ്ടായി. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചെയ്തത് അപകടകരമാണ്, മാത്രമല്ല റിലീഫിനെ ബാധിക്കുന്നു. ഇപ്പോൾ ട്രെയിൻ ആക്സിഡൻ്റ് ആയതിനു ശേഷം UP ഉണ്ടായിട്ട് അദ്ദേഹം അന്ന് തന്നെ പോയില്ലല്ലോ. നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായിട്ടും വളരെ ദിവസം കഴിഞ്ഞാണ് വന്നത്. അല്ല, അത് കേരളത്തിൽ. പക്ഷേ ഇതേപോലെയുള്ള കുറേയധികം ആക്സിഡൻ്റ് ഉണ്ടായിട്ടും ഒരിക്കൽ പോലും പിന്നീട് പ്രൈം മിനിസ്റ്റർ അതാത് ദിവസം അങ്ങനെ പോകുന്നൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അപ്പോൾ 2-3 കാര്യം സംഭവിച്ചു. 1, റെസ്ക്യൂ ആൻഡ് റിലീഫ് ഓപ്പറേഷൻസ് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കും. 2, അദ്ദേഹത്തിൻ്റെ സുരക്ഷ നോക്കാനുള്ള സംവിധാനം പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ പറ്റും. നമുക്ക് ഹാപ്പി ആയിട്ട് പറയാൻ പറ്റും നമ്മുടെ സുരക്ഷ നോക്കൂ, 100,000 പ്രാവശ്യം നമ്മൾ സുരക്ഷ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ക്ലിയറായി. അവരെന്ത് ചെയ്തിട്ടും ഉള്ളിൽ കയറാൻ പറ്റില്ല എന്ന് വെച്ചോളൂ. പക്ഷേ 1,00,000 കഴിഞ്ഞ് 1ാമത്തെ പ്രാവശ്യം അവർ കയറിയാൽ അതവർ ചെയ്തത് പോയി. അപ്പോൾ നമുക്ക് 0 ടോളറൻസ് ആണ് അതിലുള്ളത്. അപ്പോൾ ഒട്ടും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് പിന്നീട് അതിൻ്റെ എഫക്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് പ്രധാനമന്ത്രിക്ക് മനസ്സിലായി. ഇവിടെ പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഗ്രാസ്പ് ചെയ്യുന്ന ആളാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് സാർ, അതായത് പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ് പോലീസ് ചീഫ് പറയാണ് വരണ്ട എന്ന് പറയുക, അതിനകത്തൊരു ഒരു കോപ്പിൻ്റെ ഒരു തൻ്റെയിടമുണ്ട് അല്ലേ? അതാണ്. അങ്ങനെ സാധാരണ മറ്റു പലരും ഫ്ലെക്സിബിൾ ആവും, നമ്മളത് പറയണോ, അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്. സെൻകുമാർ സാർ അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ വരേണ്ടതില്ല എന്ന് തോന്നിയാൽ അത് പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത ഒരു പോലീസ് ഓഫീസറാണ് സെൻകുമാർ സാർ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും വെള്ളം ചേർക്കാറില്ല. അദ്ദേഹം പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷം സാർ പറയുന്നതൊക്കെ വിവാദങ്ങളാണ്. അത് മാത്രമല്ല, ഒരു സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു മതത്തിന് വേണ്ടി സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസിൽ തന്നെയുള്ള എസ്പെഷ്യലി മുസ്ലിമുകളോട് അങ്ങ് എങ്ങനെയായിരിക്കും പെരുമാറിയിരിക്കുന്നത്? ഇത് ഇങ്ങനെയാണോ ഒരു പോലീസ് മേധാവി, ഒരു വർഗീയവാദി? അതാണല്ലോ സാറിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പട്ടം. വർഗീയവാദിയായ ഒരാൾ സംസ്ഥാന പോലീസിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു എന്ന് പറയുന്നത് വലിയ അപകടകരമാണെന്നൊക്കെ പറഞ്ഞ് ചാണകം സാറിൻ്റെ ഷർട്ടിൻ്റെ കളറും അതാണ്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ ചില കാമ്പയിനുകൾ സാറിൻ്റെ പോസ്റ്റുകൾക്ക് താഴെ വന്ന് തെറി പറയുന്നവരുണ്ട്. അപ്പോൾ സാറ് പറയുന്നു, ഒരിക്കൽ സാറൊരു പോസ്റ്റ് ഇട്ടത് ഞാൻ കാണുന്നു, അതായത് ഞാൻ മുസ്ലിം വിരോധിയായിരുന്നു, എൻ്റെ സബോർഡിനേറ്റുകളായിരുന്ന മുസ്ലിമുകളോട് പോലീസിൽ ഞാൻ എങ്ങനെ പെരുമാറിയെന്ന് നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് എടുത്തു. സാറ് ശരിക്കും പോലീസിലായിരുന്നപ്പോഴും ഇതേ മനോഭാവമായിരുന്നു, അതോ മുസ്ലിം വിരോധിയായിരുന്നു? അല്ലല്ല, നമ്മൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. ഫോർ ദ നേഷൻ ഫസ്റ്റാണ്. അതിൽ നമുക്ക് കോംപ്രമൈസ് ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നോക്ക്, എനിക്ക് എതിരെ വാസ്തവത്തിൽ കേസെടുത്തിട്ടുള്ളത് അതിൽ ഞാൻ പറയുന്നുണ്ട്. 1986 ഞാൻ തലശ്ശേരി ASP ആയിരിക്കുന്ന സമയത്ത് അവിടെ RSS എനിക്കെതിരെ കേസിന് പോയിട്ടുണ്ട്. RSS ഒരുപക്ഷെ ഒരു IPS ഓഫീസർക്കെതിരെ കേസ് പോയത് അതൊന്നും മാത്രമായിരിക്കും കേരളത്തിൽ IPS ഓഫീസർക്കെതിരെ. അതിനുശേഷം അതിന് മുമ്പോ പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ കേസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു നബിദിനം നടത്തി കൊടുക്കേണ്ട കാര്യത്തിലായിരുന്നു. അപ്പോൾ നബിദിനം ന്യൂമാഹി മാർക്കറ്റിൽ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഒബ്ജക്റ്റ് ചെയ്തു, അത് പബ്ലിക് പ്ലേസാണ്, അവിടെ അരി വിതരണം പാടില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പബ്ലിക് പ്ലേസിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരെ അലങ്കരിക്കുന്നുണ്ട് വിജയദശമിക്കൊക്കെ, അതുപോലെ ടാക്സി സ്റ്റാൻഡുകളെല്ലാം അലങ്കരിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അതും എല്ലാം പബ്ലിക് പ്ലേസാണ്. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത വർഷം മുതൽ അത് നിർത്തേണ്ടി വരും. കാരണം അത് അങ്ങനെ ഒരു ഇതിന് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് അവരവരുടെ ആർക്കാവശ്യമുള്ള അരി നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കുന്നവർ വാങ്ങിക്കട്ടെ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഇഷ്യൂ ഉണ്ടായി, ഒരു ചർച്ചയുണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്തിരി ടഫായിട്ട് പറയേണ്ട വന്നു, അത് നമ്മൾ നടത്തി കൊടുക്കും എന്നുള്ളത് പറയേണ്ട വന്നു. അങ്ങനെ ഞാൻ തന്നെ പോയി തോക്കൊക്കെ വെച്ച് നിർന്ന് ആ പരിപാടി നടത്തി കൊടുത്തു. അതിൻ്റെ പേരിലാണ് ഈ കേസ് കേസ് കൊടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് ഞാനത് ഹൈക്കോടതി വന്നാണ് പിന്നീട് കോഷ് ചെയ്തത്. അതിനിടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞു, ഡിസ്ട്രിക്ട് ജഡ്ജിയൊക്കെ എനിക്കെതിരായിട്ട് പോവുകയുണ്ടായി. അദ്ദേഹം പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായിട്ട് വന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു.
വാസ്തവത്തിൽ ഒരു മുസ്ലിം പോലും ഞാൻ സർവീസിലിരിക്കെ എനിക്കെതിരെ ഒരു കേസും കൊണ്ടുവന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അതുപോലെ KSRTCയിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. അങ്ങനെ എല്ലാത്തിലും നോക്കിയാൽ മതി. അപ്പോൾ അതിലൊക്കെ എത്രയോ ഓഫീസർമാർ. അപ്പം ഞാൻ എൻ്റെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, 2ാമത്തെ ബുക്ക്. അത് പറയാൻ ബാക്കി വെച്ചതെന്നും പറഞ്ഞു. അതിലൊരു ചെറിയ ചാപ്റ്റർ ഈ ഇതിന് ഓഫീസേഴ്സിൻ്റെ കാര്യം, പോലീസിലേക്ക് പ്രധാനപ്പെട്ട ഓഫീസർ, മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിലെ പലതും പറഞ്ഞില്ല, പോലീസിലെ. കാരണം ഞാൻ ട്രെയിനിങ് തുടങ്ങുന്നത് തന്നെ അബ്ദുൽ ഹക്കീം ബത്തേരി എന്ന് പറയുന്ന കൂത്തുപറമ്പിലെ ഫയറിങ്ങിലുണ്ടായിരുന്നു DSP ആയിരുന്നു. അദ്ദേഹം CA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എത്രയോ ദിവസങ്ങൾ നടന്നിട്ടാണ് അങ്ങനെയാണ് ട്രെയിനിങ് തുടങ്ങുന്നത്. അതിനുശേഷം ഇപ്പം ഞാൻ DG ആയിരിക്കുന്ന സമയത്ത് 10 പോലീസ് മെഡലാണ്, പ്രസിഡൻറ്റിൻ്റെ പോലീസ് മെഡലാണ് ഒരു വർഷം ഉണ്ടായത്. അതിൽ 5 എണ്ണം മുസ്ലിം പോലീസ് ഓഫീസേഴ്സിനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. 5 എണ്ണം അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ അനുസരിച്ചൊക്കെ അത് കിട്ടില്ലല്ലോ, അങ്ങനെ കൊടുക്കാനും ഒരു ബുദ്ധിമുട്ട് പലരും പറയും. പക്ഷെ അവർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സോ വൈ ഷുഡ് ഐ ബോദർ? ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫീസേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലീജിയൻ ഷുഡ് ഗെറ്റ് ഇറ്റ് എന്നാണ് ഞാൻ ആറ്റിറ്റ്യൂഡ് എടുത്ത്. അവർക്ക് അത് ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്തു. അത് റെക്കോർഡാണ്. ബാക്കി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവർക്കും കൂടി 5 എണ്ണം കിട്ടിയുള്ളൂ. അങ്ങനെയൊക്കെ മതപരമായിട്ട് മുസ്ലിം പക്ഷപാതിയാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതുപോലെ അതിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോഴും എനിക്ക് വേണ്ടി ഹജ്ജിന് പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്നെ വിളിക്കുന്ന, മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളും വിളിക്കുന്ന ആൾക്കാരുണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട. അവർ പറയും, സാർ ഇവർക്കൊന്നും അറിയില്ല, ഇവരെല്ലാം മറ്റേ തീവ്രവാദത്തിൻ്റെ ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, സാറിന് നമുക്കറിയാം. അങ്ങനെ അറിയുന്ന ഇഷ്ടംപോലെ ഓഫീസേഴ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ബുക്കിൽ നോക്കിയാൽ ശരിയായിട്ടൊന്ന് കണക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പോസ്റ്റ് ഇട്ടതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന സംഭവങ്ങൾ മുഴുവൻ എടുത്തു വെച്ചിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സത്യസന്ധമായിട്ടും ഫാക്ച്വലായിട്ടും, അതായത് മറ്റൊരു കാര്യം നമ്മളെ ബാധിക്കാതെ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ബാധിക്കാതെ അത് കൃത്യമായിട്ട് പോകുക എന്ന നിലയ്ക്കാണ്. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 8 വർഷമായി. ഈ 8 വർഷത്തിനുള്ളിൽ എന്നെ പറ്റി പഴയ കാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ആക്ഷേപം, ഇയാൾ ഒരു മുസ്ലിമിനെതിരെ ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു ആക്ഷേപം ആരെങ്കിലും കൊണ്ടുവന്നില്ലല്ലോ ഇതുവരെ? കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൃത്യതയല്ലേ അതേസമയം RSS എനിക്കെതിരെ കേസെടുത്ത സംഭവം 1986 അത് 88 ഞാൻ ഘോഷിച്ചത്. മുസ്ലിം സംഘടനയും സാറിനെതിരെ കേസ് കൊടുത്തിട്ടില്ല, ഒരു സംഘടനയും കേസ് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിലെ ഒരാൾ എനിക്കെതിരെ പരാതി കൊണ്ടുകൊടുത്തു. അപ്പോൾ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ അതിൽ തന്നെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 1996 മുതൽ ഞാനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡായിട്ട് കേരളത്തിൽ നടക്കുന്ന ടെററിസത്തിനെ പറ്റി, തീവ്രവാദത്തെ പറ്റിയൊക്കെ കാര്യമായിട്ട് അന്വേഷിച്ചതാണ്. അതുകൊണ്ട് അന്ന് മുതൽ എനിക്കറിയാം എന്തിവിടെ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് അതിനെ കണ്ണടയ്ക്കുക എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്തെ വിൽക്കുക എന്നുള്ളതിന് തുല്യമാണ്. അത് നമ്മൾ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് ആ സത്യങ്ങൾ അതേപോലെ വിളിച്ചു പറയാൻ എപ്പോഴാണ് ഞാൻ അതിനൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതിൽ പല റിപ്പോർട്ട്സും ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറൊക്കെ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. തീവ്രവാദത്തെ പറ്റിയുള്ള ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ട് ഞാൻ കൊടുത്ത റിപ്പോർട്ടാണത്. അദ്ദേഹത്തിൻ്റെതായിട്ട് ഹൈക്കോടതിയിലൊക്കെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും നാഷൻ ഈസ് ഫസ്റ്റ് ഫോർ മീ. എൻ്റെ നാഷനെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ചെയ്യില്ല. സാർ, ഇതിനകത്തൊരു സംശയം, സാറിന് മുമ്പും സാറിന് ശേഷവും ഒരുപാട് ആളുകൾ DG ആയിരുന്നു റിട്ടയർ ചെയ്തിട്ടുണ്ട്. അവരും ഇത്തരം റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് അവരാരും ഇങ്ങനെ പരസ്യമായി പറയുന്നില്ല. സാറ് മാത്രം എന്താ? അതെന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ഇനി എന്നോട് ചിലരൊക്കെ ചോദിക്കുകയും ചിലപ്പോൾ ഞാൻ തന്നെ എന്നോട് ചോദിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ എനിക്കൊക്കെ ബാച്ച്മേറ്റ്സിൻ്റെ ആൾ ഇന്ത്യ ബാച്ച്മേറ്റ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. ഞാനതിൽ കാണാറുണ്ട്, പക്ഷെ ഞാനതിൽ അധികം ഇൻ്റർഫിയർ ചെയ്യാറേയില്ല. കാരണം അവരെല്ലാം ബർത്ത്ഡേ ആഘോഷിക്കുന്നു, ഏതെങ്കിലും സ്ഥലത്ത് പോയി സുഖവാസ കേന്ദ്രത്തിൽ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്കൊന്നും ഈ രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്നോ അതിനെപ്പറ്റി ഒരു ബോധറേഷൻ ഇല്ല. അവർക്ക് അവരുടെ സന്തോഷം മാത്രം, അവരുടെ റഡാറില്ല. അത് അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ രാജ്യം വലിയൊരു ദുർഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇപ്പോഴുള്ള അറിവ് വെച്ചിട്ട് കേരളം ഇത്ര മൂക്കിനൊപ്പം വെള്ളത്തിൽ നിൽക്കുകയാണ്.
ഇനി ഇത്രയും കൂടി മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ പോകും. അത്ര വലിയ പ്രശ്നമുണ്ട്. അത്ര വലിയ പ്രശ്നമുണ്ട്. അതിലും വലിയ പ്രശ്നമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴുത്തിനൊപ്പം വെള്ളത്തിലാണ്. ഇപ്പോൾ തല പുറത്തുണ്ട്. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ, കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ രാജ്യം മറ്റൊന്നായിട്ട് മാറാനായിട്ട് അധികം താമസം ഉണ്ടാകില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ആ കാര്യം ഞാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും, അതുപോലെ നമ്മൾക്കിപ്പോൾ ഈ ആനന്ദ് രംഗനാഥൻ അദ്ദേഹം പറയുന്നുണ്ട് സുപ്രീം കോടതി വിധി. ഇപ്പം ഞാനിപ്പോൾ ഈ ഗുരുവായൂരൊക്കെ പറയുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു. ആക്ച്വലി നമ്മൾ എല്ലാവരും പറയുന്നു ഭരണഘടന അനുസരിച്ച് എല്ലാവരും തുല്യരാണെന്ന്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണഘടന അനുസരിച്ച് ഹിന്ദുക്കൾ 2ാം തരം പൗരന്മാരാണെന്ന്. പക്ഷെ ആനന്ദ് രംഗനാഥൻ പറയുന്നത് ഭരണഘടന അനുസരിച്ചും സുപ്രീം കോടതി വിധികളനുസരിച്ചും ഹിന്ദുക്കൾ 8ാം തരം പൗരന്മാരാണെന്ന്. അതിന് അദ്ദേഹം കുറേ കൃത്യമായിട്ടുള്ള റീസൺ, ഇതുവരെ ഒരു സുപ്രീം കോടതി അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇത് കണ്ടംപ്റ്റ് പറഞ്ഞു എന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കുക. വഖഫ് ആക്ട് 1995 ഉണ്ടായ സമയത്ത് ഒരാൾ അതിനെതിരെ കേസ് കൊടുക്കുന്നു, അത് തെറ്റാണ് എന്നും പറഞ്ഞു. ഈ 30 വർഷം ആ കേസ് ഡിസ്പോസ് ചെയ്തില്ല, സുപ്രീം കോടതി കിടന്നു. അമെൻമെൻറ്റ് ആക്ടിൻ്റെ ചലഞ്ച് ചെയ്ത് വന്നപ്പോൾ 3 മാസം കൊണ്ടെടുത്തു. മനസ്സിലായോ? ഇതേപോലെ നിരവധി സംഭവങ്ങളുണ്ട്, നിരവധി സംഭവങ്ങൾ. ഇപ്പോൾ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അത് വാസ്തവത്തിൽ തെറ്റല്ലേ? അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലും അത് ആക്ട് വേണ്ടേ? പിന്നെ പോപ്പുലേഷൻ സ്ട്രക്ചറിലുണ്ടാകുന്ന ഭയങ്കരമായ വ്യത്യാസങ്ങൾ അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുകയാണ് പോപ്പുലേഷൻ സ്ട്രക്ചറിൽ. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ പേരിലാണ് പലരും കേസെടുക്കാൻ. ഇപ്പോൾ ആരും വരുന്നില്ലല്ലോ ഞാനിത് പറയുമ്പോൾ. കാരണം ഇപ്പോൾ ചാറ്റ് GPT-യിലോ AI-യിലോ ചോദിച്ചാൽ അപ്പം കിട്ടും ഡാറ്റ ഇത്രയാണ്. അല്ല, ബർത്ത് റേറ്റിൻ്റെ കണക്ക് സർക്കാർ തന്നെ പറയുന്നുണ്ട്. അല്ല, ആ സർക്കാരിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് എനിക്കെതിരെ കേസെടുത്തത്. ആ കേസെടുത്തിട്ട് ആ കേസിന് ഞാൻ ബെയിൽ എടുക്കേണ്ട വന്നു. ആൻറ്റിസിപ്പേറ്റ് ബെയിൽ കുറച്ച് ദിവസം കൊണ്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ആ ഇല്ലാത്ത കേസിന്, അതായത് സത്യം പറഞ്ഞ കേസിന് ആ ഫയൽ ഒരു ജഡ്ജി വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം അത് വേറൊരു ജഡ്ജിക്ക് കിട്ടിയപ്പോൾ അത് കോഷ് ചെയ്തു. മനസ്സിലായോ? ആ ജഡ്ജി ഇപ്പോൾ വളരെ വീരനായിട്ട് മീഡിയകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജഡ്ജിമാരെ പറ്റി 2-3 ചെയ്തു കഴിഞ്ഞു, ഓൾറെഡി റീൽസ് ഇട്ട് കഴിഞ്ഞു. 2 നല്ല കാര്യങ്ങളാണ്. എനിക്ക് കോടതിയിൽ പോയി നിന്ന കാര്യങ്ങളും ഒക്കെ അനുസരിച്ചുള്ളതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഒരു DJ എന്ന നിലയിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പുറത്തു പറയുകയും ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നത് നമ്മുടെ കർത്തവ്യമാണ്. DG എന്ന നിലയിൽ അറിയുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് പറയാമോ? തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള രാഷ്ട്രത്തെ സുരക്ഷയെ സംബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ വേണം. DG ആയിട്ട് മാത്രമല്ല, ASP ആയിട്ട് മുതൽ ഉള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ പറയുന്നത് പലതും KSRTC-യിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോഴും ഞാൻ ADG ഇൻ്റലിജൻസ് ആയിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു ഗുണം, എൻ്റെ ഈ സ്വഭാവം കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ പോലീസിൽ ചേർന്ന് കാസർഗോഡ് ട്രെയിനിങ് തുടങ്ങി. അത് കഴിഞ്ഞ് തലശ്ശേരി വന്ന് ചാർജ് എടുത്ത് എന്നെ അവിടെ നിന്ന് ഒരു കൊല്ലം അവിടെ ഒരൊറ്റ മാർക്സിസ്റ്റ് BJP സംഘർഷം ഉണ്ടായില്ല. മർഡർ ഉണ്ടായിരുന്നില്ല ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സംഘർഷം പോലും ആ തലശ്ശേരി സബ് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായില്ല. ഞാനിരുന്ന 1 വർഷം. അത് കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് മാറ്റി 2 മാസം പോസ്റ്റിംഗ് തരാതെ നിർത്തി. പിന്നെ എന്നെ ASP സ്പെഷ്യൽ ബ്രാഞ്ച്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചായിട്ടാണ് മിസ്റ്റർ കരുണാകരൻ പോസ്റ്റ് ചെയ്തത്, കണ്ണൂർ. അങ്ങനെ പോസ്റ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ പിന്നെ APTC-യിൽ വന്ന്, പിന്നെ ആലപ്പുഴ വന്ന് അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ്. 1.5 മാസം കൊണ്ട് എന്നെ അവിടെ നിന്ന് വിളിച്ച് കൊല്ലത്തേക്ക് മാറ്റി. കൊല്ലത്തുനിന്ന് വന്ന ദിവസം തന്നെ ശരിക്ക് ഒരു കേസിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഒരു വീട് കത്തിച്ച കേസാണ്. അപ്പം ഞാൻ രാത്രി, എനിക്കറിയില്ല കൊല്ലം എന്താണെന്ന്, കുളത്തുപുഴ ഒരു കേസാണ്. രാത്രി എന്നെ പോയി നോക്കി, വലിയ ബഹളം നടക്കുകയാണ്. അവസാനം ഞാൻ ഫോറൻസിക്കാരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് പുറത്തുനിന്നാണോ അകത്തുനിന്നാണോ തീയിട്ടാണെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അകത്തുനിന്ന് തീയിട്ടിരിക്കുന്നത് മാസ്റ്റർ ഷാൻ്റെ വീടാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അത് അകത്തുനിന്നുള്ള തീയിടലാണ്, പുറത്തുള്ള കോൺഗ്രസ്സുകാരെല്ലാം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതികൾ മാർക്സിസ്റ്റുകാർ തന്നെയാണ്, പരാതിക്കാർ തന്നെയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞു തുടങ്ങി, ഇതാ കണ്ടില്ല, ഇത് ഇയാൾ വീണ്ടും കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഗുരുദാസൻ എന്ന് പറയുന്ന അങ്ങേര് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു പക്ഷേ അറിയായിരിക്കും, വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ അതിനിടയ്ക്കാണ് ജൂലൈ ആയപ്പോഴേക്കും നമ്മുടെ ഒരു പെരുമൺ ട്രെയിൻ ആക്സിഡൻ്റൊക്കെ നടന്നത്. അപ്പോൾ അതിൽ പോലീസൊക്കെ ചെയ്ത കാര്യത്തിന് എനിക്ക് തോന്നുന്നു ഒരു 10,000 പോലീസുകാർക്ക് ക്യാഷ് അവാർഡ് കിട്ടിയൊരു സംഭവമാണത്. എൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് എനിക്കൊക്കെ
സേവാ മെഡലും ഒക്കെ സേവാ വിശിഷ്ട സേവത്തിനുള്ളത് ഒക്കെ തന്നതാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ തോന്നും 3.5 കൊല്ലത്തോളം അവിടെ ഇരുന്നു. അവിടെ നിന്ന് എന്നെ അടുത്ത ഗവൺമെൻറ് വന്നതേ എന്നെ മാറ്റിയായിരുന്നു. അവിടെ നിന്ന് മാറ്റി AG ആക്കി. ഞാൻ അവിടെ നിന്ന് ADC ആയിട്ട് പോയി 4 വർഷമായിരുന്നു. ആ 4 വർഷം കൊണ്ട് എനിക്ക് കുറേ മാറ്റം വന്നു. കാരണം അതുവരെ ഞാൻ കടുത്ത നിരീശ്വരവാദിയായിരുന്നു. അങ്ങനെ ചരിത്രമുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ അമ്പലങ്ങളിലൊന്നും പോകാറില്ല. എൻ്റെ അച്ഛനും പോയി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇത് അമ്പലങ്ങളിൽ അച്ഛൻ പോയി ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ആ ഇതിലാണ് വന്നത്. ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ കൂടെയൊക്കെ പഠിക്കുന്ന സമയം MC ജോസഫ് നിരീശ്വരവാദത്തിൻ്റെ ഒരു അഗ്രഗണ്യത്തുള്ള ആളാണ്. അങ്ങയുടെ അടുത്തൊക്കെ പോയിട്ടാണ് നമ്മൾ പലതും പറഞ്ഞ് പഠിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെ ഒരു ഇതിലായിരുന്നു. പക്ഷേ ADC ആയപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടി, വായിക്കാൻ പറ്റി. ആ വായന എന്നെ കുറേ അധികം അങ്ങ് മാറ്റി. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തിലേക്കും നമ്മുടെ പൈതൃകവും അതിലേക്ക് എല്ലാത്തിലേക്കും നമ്മൾ വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു ചേഞ്ചിനുള്ള സമയമായിരുന്നു. അത് ആ സമയം തന്നെയാണ് LLB എടുത്തതും PhDക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതൊക്കെ ആ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയാൽ പിന്നീട് ഞാൻ 1995-96 ഒരു 1.25 വർഷം മാത്രം കൊച്ചി പോലീസ് കമ്മീഷണർ ഇവിടെ. അത് കഴിഞ്ഞ് അടുത്തത് ലോക്കൽ പോലീസിൽ വരുന്നതാണ് ഞാൻ പറയുന്നത്. 2005-2006 IG സോൺ. അടുത്തത് 2016-17 15-16 പിന്നെ 2 മാസം അവസാനവും DGP. അതിനിടയ്ക്ക് എനിക്ക് ലോക്കൽ പോലീസ് പോസ്റ്റിംഗേ തന്നിട്ടില്ല. ഞാൻ KSRTC ADC 4 വർഷം ഉണ്ടായിരുന്നു, KSRTCയിൽ 4 വർഷം ഉണ്ടായിരുന്നു, KSBCയിൽ 4 വർഷം ഉണ്ടായിരുന്നു. ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് 1.5-2 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള നോൺ പോലീസ് ജോബിലായിരുന്നു. യൂണിഫോം ഇടിക്കേണ്ടെന്ന് ആരോ തീരുമാനിച്ചു? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്നോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങ് തിരിച്ചു പറയും. അപ്പോൾ എനിക്ക് പക്ഷേ വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ മറ്റ് KSBC MD ഒക്കെ ആയിരിക്കുമ്പോൾ K. ശങ്കരനാരായണൻ സാറ് ഒന്നാന്തരം മിനിസ്റ്ററായിരുന്നു. ഞാൻ ആക്ച്വലി KV തോമസ് എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ കൂടെ അല്ലാതെ മോശം മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല ഭാഗ്യത്തിന്. ബാക്കിയെല്ലാം ഒന്നാന്തരം മിനിസ്റ്റേഴ്സായിരുന്നു. അതിപ്പോൾ മുഖ്യമന്ത്രിമാർ മുതൽ മന്ത്രിമാർ വരെ ഉള്ള എല്ലാവരും എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലുള്ളവരായിരുന്നു. മാത്രമല്ല പോലീസിലെ പോലെയല്ല, നമ്മളവിടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആണ് പുറത്ത്. ഇപ്പോൾ KSRTCയുടെ CMD എന്ന് പറഞ്ഞാൽ ഹീസ് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാനിവിടെ തിരിച്ചു വന്ന ഏതെങ്കിലും IG ADGPയുടെ കീഴിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ IG സോണായിരുന്ന സമയത്തും ശരിക്കും വർക്ക് ചെയ്തായിരുന്നു പലപ്പോഴും. ഇപ്പോൾ ഞാൻ ചില ദിവസമൊക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്കിലൂടെ അത്രയധികം കൂടുതൽ കിട്ടുമായിരുന്നു, ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഹെൽത്ത് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപം, അത് വയനാട്ടിൽ നടന്ന സംഭവമാണ്. എനിക്ക് വയനാട് എൻ്റെ ജൂറിസ്ഡിക്ഷനല്ല, എനിക്ക് എറണാകുളം വരെ ജൂറിസ്ഡിക്ഷനുള്ളൂ. പക്ഷേ എൻ്റെ എൻക്വയറി എനിക്കാണ് തന്നത്. അപ്പോൾ ശബരിമല ഉത്സവത്തിൻ്റെ മുഖ്യ പരിപാടി ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് ഇതുവരെ ഈ ഓഫീസർ അവിടെ എത്തിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ആരോ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ എൻക്വയറി റിപ്പോർട്ട് അവസാനം ഫോണിൽ വിളിച്ചു ചോദിച്ചാണ് എൻക്വയറി റിപ്പോർട്ട് തീർത്ത് കൊടുത്ത് ആ മന്ത്രിയുടെ സ്ഥാനവും പോയി. അത്ര അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വർക്കഹോളിക്കായിരുന്നു. ഐ ഹാവ് ബീൻ എ വർക്കഹോളിക് വിച്ച് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കുറയ്ക്കാമായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നിവൃത്തിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴും ആ വർക്കഹോളിക്ക് തന്നെയാണ്. സാർ ഞാനൊരു സംശയം ചോദിക്കട്ടെ. നമുക്ക് ഈ ചെറിയ സംഭാഷണം ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ സമീപകാലത്തായിട്ട് കേരള പോലീസിലെ DGമാരായിരുന്ന ഇപ്പോൾ R. ശ്രീലേഖ മാഡം, ജേക്കബ് തോമസ്, ഇവരൊക്കെ വന്നിട്ട് സാറിൻ്റെ വഴിയെ, ഇപ്പോൾ ശ്രീലേഖ മാഡം BJPയിലാണ്, ജേക്കബ് തോമസ് സാറ് BJPയിലൊന്ന് പോയിട്ടിപ്പോൾ RSSലേക്ക് ഗണവേഷം അടിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ പോലീസിൽ നിന്ന് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വരാൻ സാറിൻ്റെ ഒരു നിലപാട് സഹായിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ഇങ്ങനെ പോകാൻ? അതോ പണ്ടേ ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു? ഒട്ടും തോന്നുന്നില്ല. എൻ്റെ നിലപാടാണ് അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടാണ് അവർ വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ബോധ്യത്തിനായിരിക്കും. പിന്നെ അതേപ്പറ്റി ഞാനൊരു കമൻറ്റ് ഇപ്പോൾ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ കമൻറ്റ് പറയുന്നുണ്ട്. പോലീസിൽ നല്ല ശതമാനം RSകാരുണ്ട്, അത് റിട്ടയർമെൻറ്റിന് ശേഷം പുറത്തു വരികയാണ് എന്നൊരു ആക്ഷേപം പറയുന്നു. അല്ല, പോലീസിൽ പല ആറ്റിറ്റ്യൂഡുള്ള പലരും ഉണ്ടാകും. പച്ചവെളിച്ചംകാരും ഉണ്ടാകും, ചുവന്ന നിക്കറിട്ടവരും ഉണ്ടാകും, അതിൻ്റെ ഫ്രാക്ഷൻസൊക്കെ ഉണ്ടാകും, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ സീനിയർ ലെവലിലെ ഓഫീസേഴ്സ് പോകുന്നത് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. പക്ഷെ ഞാനിപ്പോഴും മെമ്പർ ആകാതിരിക്കുന്നത് എൻ്റെ ഫ്രീഡം. BJP അംഗമല്ല. അതാണ്
പലരും പറയാം BJP നേതാവായിട്ടുള്ള സെൻകുമാർ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്, പല ഇതിൽ എഴുതി ഞാൻ BJP കാരനല്ല. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എന്നെ BJP നേതാവെന്ന് പറയല്ലേ. ഞാൻ സംഘത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കാകുന്ന ഈ രാജ്യത്തിനെ ഏതു വിധത്തിലും നന്നാക്കാനായിട്ട്, അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന, അതിന് എന്നാൽ കഴിയാവുന്നത് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. ഇപ്പോൾ ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ BJP ചേരോ ഇല്ലെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചേരണമെങ്കിൽ ചേരാം. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും, ഇപ്പം മതം മാറ്റത്തെ പറ്റിയുള്ളൊരു കാര്യം പരസ്യമായിട്ട് ഞാൻ പറയുന്നത് പോലെ BJP-യിൽ പാർട്ടിയിൽ നിന്നിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ പല കാര്യങ്ങളും പാർട്ടിയിൽ നിന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ മോർച്ചകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ SC മോർച്ച, ST മോർച്ച, OBC മോർച്ച എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കാരണം ജാതി ഇല്ല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ജാതി ഇൻഡയറക്റ്റായിട്ട് കൊണ്ടുവരുന്നത് തെറ്റാണ്. ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് തുറന്നു പറയാൻ പറ്റും. ആ സമയം ഞാനൊരു മെമ്പറാണെങ്കിലോ. കാരണം ഒരു പാർട്ടിയിലെ ഡിസിപ്ലിൻ പോലീസിനേലും പട്ടാളത്തിനേലും കൂടുതലാണ്. അപ്പോൾ അതൊരു റീസണാണ് നമ്മൾ അതിൽ ചേരാതിരിക്കുന്ന എൻ്റെ ഒരു കാര്യത്തിന്. എന്ന് വെച്ചിട്ട് അതിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പറയുന്നതല്ല. പക്ഷെ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റുന്ന ഒരു പുറത്തുനിന്ന് ഒരു ആള്, അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു തിരുത്തൽ ശക്തി ഉണ്ടാകുന്നെന്ന് ഉള്ളത് അവർക്കാണ് നല്ലത്. അവർക്ക് എനിക്ക് തോന്നുന്നു അവർ ദേ ഷുഡ് ബി ഹാപ്പി വിത്ത് ദാറ്റ്. അത് അങ്ങനെ പറയാനായിട്ട് ആളുണ്ടോ? എന്നോട് പലരും പറയാറുണ്ട് ഇങ്ങനെ പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ്, അതിനെ ഇനിയും പറയണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ പോസ്റ്റ് കിട്ടാറുണ്ട്. അങ്ങനെ പറയാൻ ആളില്ലാത്തൊരു കാലമാണിത്. അതെ. അല്ല അപ്പോൾ ഇതിൽ അതുകൊണ്ട് ഈ പോലീസിൽ അങ്ങനെ ഇതുണ്ടായിട്ടൊന്നുമില്ല അങ്ങനെ വരുന്നത്. അവരുടെ ചരിത്രമൊക്കെ ഞാൻ പറയുന്നില്ല, കൂടുതൽ അതേപ്പറ്റി ആരുടെയും പറയുന്നില്ല. ലെറ്റ് ദ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദം ആൻഡ് എന്താണ് മേക്ക് അസസ്മെൻറ്റ് ഓഫ് ദം. അത് മാത്രമേ പറഞ്ഞാൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തുറന്നങ്ങ് പറയാം, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വിഭാഗത്തിന് സാറിനോട് നല്ല ദേഷ്യമാണല്ലോ. എന്താണ് കാരണം? അല്ല, അത് നമ്മൾ സത്യം പുറത്ത് പറയുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നോക്കുക, ഗവൺമെൻറ്റിൻ്റെ ഡാറ്റ എടുത്തിട്ട് ഇവിടുത്തെ ജനന നിരക്ക് ഇതാണെന്ന് പറയും. അപ്പോൾ അതിനെതിരെ കേസ് കൊടുത്ത ആൾക്കാരുണ്ട്. അതായത് ഇത് ഒളിച്ചു വെക്കണം, പറയാൻ പാടില്ല. മനസ്സിലായോ? അതായത് ഇപ്പോൾ 2011 ഇലക്ഷനിൽ 4 സീറ്റ് മലപ്പുറത്ത് കൂടിയെന്നും ബാക്കിയുള്ളിടത്ത് കുറഞ്ഞു. ഇപ്പം കേരളത്തിന് എന്താ പറയുന്നത്? കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞു. ആരുടെ ജനസംഖ്യ കുറഞ്ഞു? ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ജനസംഖ്യ കുറഞ്ഞു. അതിൻ്റെ പേരിൽ പാർലമെൻറ്റിലുള്ള സീറ്റുകളുടെ എണ്ണം കുറയുന്ന പറയുന്നത്. അപ്പോൾ ഇത് മലപ്പുറത്തിനും ബാധകമല്ലായിരുന്നു. അന്ന് എന്താ നിങ്ങൾ മിണ്ടാതിരുന്നത്? അപ്പോൾ ഇത് ഫാക്റ്റാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഒരാൾക്ക് മാത്രം ഇതിനെ കൊള്ളുന്നത് സത്യമാണെങ്കിലും പറയാൻ പാടില്ല. ജനസംഖ്യയുടെ കണക്ക്, ജനസംഖ്യയിലുണ്ടാകുന്ന അതിതീവ്രമായിട്ടുള്ള വ്യത്യാസങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ ഓരോ വിഭാഗത്തിലുണ്ടാകുന്ന അധസ്ഥിതത്വം. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ സച്ചാർ കമ്മീഷൻ പോലെ ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു കമ്മീഷനും, അതുപോലെ പാലോളി മുഹമ്മദ് കമ്മീഷൻ പോലെ ഹിന്ദുക്കളെ പറ്റി പഠിക്കാനും അവരുടെ പ്രോബ്ലങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാര മാർഗം നിർദ്ദേശിക്കാനും കേരളത്തിലും ഒരു കമ്മീഷൻ വേണം. കാരണം ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ടുള്ളവർ അവരാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ടുള്ളവർ അവരാണ്, ഹിന്ദുക്കളാണ്. അപ്പോൾ അവർക്ക് ഇതൊന്നും ആവശ്യമില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പുറത്തു പറയുമ്പോൾ ജനസംഖ്യയിൽ ഇങ്ങനെ വ്യാപകമായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അത് വളരെ അതുപോലെ ലവ് ജിഹാദിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് പല തവണയായിട്ട്. 96 ഞാൻ കേസ് അന്വേഷിക്കുമ്പോൾ അന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടവർ ഈ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. തീവ്രവാദത്തിൻ്റെ അടിവേരുകൾ എന്നും പറഞ്ഞ് അതിലൊരു ചാപ്റ്റർ ഉണ്ട്, ആ 2ാമത്തെ ബുക്കിൽ. നിങ്ങൾ ആ ബുക്ക് എൻ്റെ കയ്യിലും കോപ്പിയില്ല, കാരണം 2 കോപ്പി ഇതാ എനിക്ക് തന്നുള്ളൂ. അതൊക്കെ ആർക്ക് അല്ല, 2 എഡിഷനായിട്ടുള്ളത് ആ 2ാമത്തെ ബുക്ക്. 1ാമത്തെ ബുക്ക് അവർ 7ാമത്തെ എഡിഷനായി. പക്ഷേ 2ാമത്തെ ബുക്കിലാണ് ഞാൻ ഇത് കൂടുതൽ എഴുതിയത്, തീവ്രവാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ആർക്കും ഒന്നും എതിർക്കാൻ പറ്റില്ല. പക്ഷേ സത്യം പുറത്ത് പറയാൻ പാടില്ല. അത് അപ്രിയമാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കണം. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം അത് നമ്മളില്ലാതാകും, ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അതാണ്. ആ പൊട്ടിത്തെറി ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ തന്നെ അത് തുറന്നു കാണിക്കണം. ഇതാണ് സംഭവിക്കുന്നത്, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഏതവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് നാട്ടുകാരും നിങ്ങളും രാഷ്ട്രവും ശ്രദ്ധിക്കൂ, ഭരണാധികാരികളും ശ്രദ്ധിക്കൂ. നിങ്ങൾ കുടുക്കിലേക്കാണ് പോകുന്നത്, ആ കുടുക്കിലേക്ക് പോയി വീഴല്ലേ. ലെബനോൺ പോലെ ആകല്ലേ, അല്ലെങ്കിൽ സിറിയ പോലെ അല്ലെങ്കിൽ ലണ്ടൻ പോലെ ആകല്ലേ, പാരീസ് പോലെ ആകല്ലേ എന്ന് നമ്മൾ പറയാനായിട്ട് തുടങ്ങുന്നത് നമ്മുടെ അടുത്ത തലമുറയോട് നമുക്കൊരു ബാധ്യതയില്ലേ? അല്ലെങ്കിൽ നമ്മൾ മാത്രം സുഖമായിട്ട് ജീവിച്ചാൽ മതി? ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ, എൻ്റെ പല DGP-മാർക്കും
അവർക്ക് ഇതൊന്നും എനിക്കറിയാം, അവരെ സർവീസിലുള്ളപ്പോൾ തന്നെ എനിക്കറിയാം. അവരെല്ലാം ഹാപ്പി ഗോ ലക്കി ആൾക്കാരാണ് പലരും, ഭൂരിപക്ഷം പേരും. രാജ്യത്ത് എന്ത് സംഭവിച്ചാലും നമുക്കൊന്നുമില്ല. നമ്മുടെ കാര്യം സുഖമായിട്ട് നടക്കണം എന്ന് വിചാരിക്കുന്ന കുറേയധികം പേരുണ്ട്. IPS അങ്ങനെയുള്ളവരാണ് കൂടുതൽ. IPS അങ്ങനെയുള്ള നമ്മുടെ കാര്യം അതിപ്പോൾ അവിടെ എന്ത് നടന്നാലും നമുക്കിത് സുഖമായിട്ട് നടക്കും എന്ന് മാത്രമല്ല അതിൽ നിന്ന് മുതലെടുപ്പ് വരെ നടത്താൻ പറ്റുകയാണെങ്കിൽ അതുകൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതനുസരിച്ച് എൻ്റെ DNA വ്യത്യാസമാണ്. എനിക്ക് എൻ്റെ DNA ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീൻ മാറ്റാൻ പറ്റില്ല. ഏതായാലും സാർ, വലിയ സന്തോഷം. സാറിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ആവശ്യമുള്ളൊരു ശബ്ദമാണ്. ഒറ്റപ്പെട്ട് വളരെ ചെറിയ ശബ്ദങ്ങൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. പക്ഷേ ആ ശബ്ദങ്ങളുടെ കനം കൂടുതലാണ്. അത് കേൾക്കുന്നുണ്ട്, അത് ചില കേന്ദ്രങ്ങളിൽ ചെന്ന് തറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാറിൻ്റെ പേര് കേൾക്കുമ്പോൾ പോലും ചിലർ അസ്വസ്ഥരാകുന്നത്. ഏതായാലും സാറിൻ്റെ ശബ്ദം നിരന്തരം കേരളത്തിൽ ഉയരട്ടെ. ഏതായാലും ഇന്ത്യ ലൈവിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ സാറ് വന്നതിന് വലിയ നന്ദി. നമസ്കാരം. എല്ലാ ആശംസകളും വളരെ നന്നായിട്ട് വളരട്ടെ. എനിക്ക് തോന്നുന്നു 5 മില്യണിലേക്ക് പെട്ടെന്ന് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിൻ്റെ അനുഗ്രഹം വേണം.